ഇപ്പൊ ഈ ലോട്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് 5 വർഷമോ 10 വർഷമോ കഴിയുമ്പോൾ ലോട്ടറി സെയിൽ ഗണ്യമായി കുറയും. അത് ഏജൻസി എടുക്കാതെ വരികയും ചെയ്യുമ്പോൾ നമുക്കൊരു നെക്സ്റ്റ് പ്ലാൻ ഇല്ല. വേറെ കട തുടങ്ങിക്കോണെന്ന് പറയാന്നു. കട തുടങ്ങിയിട്ട് കാര്യമില്ലല്ലോ, വാങ്ങാൻ ആളുണ്ടാവില്ലല്ലോ. അല്ല വേറെ എന്തെങ്കിലും ഇവർക്കല്ല സാർ, ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് എല്ലാ കാലത്തും എല്ലാ ബിസിനസ്സും നിൽക്കുമെന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് അടുത്ത പ്ലാൻ വേണമല്ലോ. ഇപ്പൊ ഈ പുതിയ കാലത്ത് ഒരു തരത്തിലുള്ള ജോബ് സെക്യൂരിറ്റി ഇല്ല. അന്നേരം നമ്മളിപ്പം ലോട്ടറി വിൽപ്പനക്കാരായിട്ട് സാറേ ഞങ്ങളുടെ കൺസേൺസ് ഇന്ന് 2 ലക്ഷത്തോളം ആളുകള് ഇന്ന് ഈ ലോട്ടറിയിൽ ജീവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അവരെ പറ്റിയ കൺസേൺ ഉള്ളൂ. ഇനി വരാൻ പോകുന്ന ആളുകളോ അവർക്ക് വേറെ തൊഴിലുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. അല്ല സാർ, ഞാൻ ഈ പറയുന്ന വേറെ ഒരു തൊഴിലും എടുക്കാൻ പറ്റാതെ ലോട്ടറി വിൽപ്പനയിലൂടെ ഉപജീവന മാർഗം കണ്ടുപിടിക്കുന്ന ആൾക്കാർ, അവർക്ക് അടുത്ത 5 വർഷം കഴിയുമ്പോൾ ജെൻസി പ്രൈമിലേക്ക് വരുമ്പോ അവർക്ക് വേറൊരു മാർഗമില്ല. അപ്പൊ ഇതൊരു ഡിപ്പെൻഡബിലിറ്റി ആക്കാൻ പാടില്ല. പ്ലാനർ എന്ന് പറയുന്നു. അല്ല സാർ, ഞാൻ പറഞ്ഞേ ഇത് കളക്ടീവ് പറയാണ്. ഞാൻ തൃപ്പൂണിത്തുറ കിഴക്കേക്കോട്ടയിൽ നിൽക്കുകയാണ്, ബസ് നിൽക്കുകയാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ചാല് അവിടെ ഒരു പാവപ്പെട്ട ഒരു മാനസിക പ്രശ്നമാണ് അവര് വിജയിച്ച ആ ലോട്ടറി കിട്ടിയ മനുഷ്യൻ ലോട്ടറി എടുക്കാൻ വേണ്ടി അവിടെ അവർ ഒളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾ എടുക്കുന്ന ലോട്ടറിയുടെ ഭാഗം ഇവർക്ക് എടുക്കണം. അടിച്ചാള് അപ്പൊ ഇവര് രണ്ടുപേരും പല സ്ഥലത്തായിട്ട് പോക്കൽ നിൽക്കുകയാണ് ഇവര്. അപ്പൊ ഞാൻ നിൽക്കുമ്പോൾ അടുത്തോട് പറയാണ്, എടാ അവൻ മാറിയിട്ടുണ്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചർച്ചയാണ്. അപ്പൊ ഞാൻ ഇത് പെട്ടെന്നാണ് ശ്രദ്ധിക്കുന്നത്. അത് കഴിഞ്ഞ് ഇയാള് അടിച്ചാളെന്ന് അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി? അവര് പറയുന്നുണ്ടല്ലോ, അവൻ നോക്കിയിരിക്കാണല്ലോ, അടിച്ച മനസ്സിൽ നോക്കിക്കൊണ്ടിരിക്കാണ്. അപ്പൊ ഇയാള് പോയി കഴിയുന്നു, ഓടി ചെല്ലുന്നു, അതിന് ടിക്കറ്റ് എടുക്കുന്നു. സാർ ഇത് സൈക്കോളജിക്കലായിട്ട് കുറെ പേര് അഡിക്റ്റ് ആയി പോയി. കുറെ പേര് അവരെ ജോലി കഴിഞ്ഞിട്ട് ഉച്ച സമയത്ത് വന്ന് ഇവിടെ നിൽക്കുകയാണ്. ഇത് നല്ലൊരു പെർസെന്റേജ് മാറുന്നുണ്ടോ സാർ? ഇതൊരു ഞാൻ പറഞ്ഞ കുറെ പേരെങ്കിലും ഈ കിട്ടുന്നതിന്റെ വലിയൊരു ഭാഗം നല്ലൊരു പൈസ കൊണ്ട് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കുറെ പേര് ജോലി എടുത്തോണ്ടെങ്കിൽ കുറെ നശിക്കുന്നുണ്ട് അതിനകത്ത്. നമ്മൾ ഹൈവേയിൽ കൂടെ പോകുമ്പോ ഓരോ വളവ് കഴിയുമ്പോഴും ഇപ്പൊ ഒരു പുതിയതായിട്ടൊരു ട്രെൻഡ് കണ്ടുവന്നിട്ടുണ്ട്. ഓരോ വളവിന്റെ അവിടെ ഓരോ ലോട്ടറിക്കാർ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പം ബംഗാളികള് അല്ല ബംഗാളികള് എന്തുമാത്രം പേരാണ് കേരളത്തിൽ വരുന്നത്. അപ്പൊ കേരളത്തിൽ തൊഴിലില്ലായ്മ ഉണ്ടെന്ന് സാറ് പറഞ്ഞു. അപ്പൊ തൊഴിലില്ലായ്മ ഉണ്ടെന്ന് പറഞ്ഞു, എങ്കിൽ പിന്നെ എന്തിനാണ് ബംഗാളികളെല്ലാം ഇവിടെ തൊഴിൽ അന്വേഷിച്ച് വരുന്നത്? അതാ പറഞ്ഞത്. പക്ഷെ നമുക്ക് ഈ മേല് അനങ്ങിയുള്ള പണികള് മലയാളികൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ചെറിയ വികലാംഗര്, വയസ്സായ ആളുകള്, അങ്ങനെയുള്ള ആളുകളാണ്. പക്ഷെ അങ്ങനെയുള്ളവർ ആരും ഇവിടെ ഇന്ന് ഈ മീറ്റിംഗിൽ വന്നിട്ടില്ല. പറയുന്നുണ്ട് ഇങ്ങനെ വരുന്നുണ്ടെന്ന്, പക്ഷെ ആരും കാണുന്നില്ല. ഇദ്ദേഹത്തിന് തന്നെ ആദ്യം പ്രൈസ് അടിച്ച ആൾ ഒരു വികലാംഗനായിരുന്നു. ഞാൻ പറഞ്ഞില്ല, വികലാംഗർക്ക് ജോലി കിട്ടുമെന്നുള്ളതല്ല, ഈ വിൽക്കുന്നവരുടെ കാര്യം പോട്ടെ. ഒരു പണിയും ചെയ്യാതെ എനിക്ക് കാശ് കിട്ടുന്ന ഒരു പ്രതീക്ഷ ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് വലിയ അബദ്ധം തന്നെയാ. ഒരു പണിയും ചെയ്യാതെ എനിക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അപ്പൊ ഇത് മാത്രല്ല, വേറെ പണിക്ക് നമ്മൾ പോകും. മേലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പണി ചെയ്യാതെ പൈസ കിട്ടും. അപ്പൊ ഷെയർ മാർക്കറ്റിൽ അങ്ങനെയല്ല. നമ്മളൊരു ബിസിനസ്സിൽ, ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഇപ്പൊ നിങ്ങളൊരു കട തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു അറിയാം ഇത്ര പെർസെന്റേജ് കിട്ടും, ഇത്ര കിട്ടില്ല, ചിലപ്പോൾ നഷ്ടം വരും, ചില ദിവസം ഉണ്ടാക്കി സാധനം വിറ്റുപോകും. ഒരു വ്യവസായ സ്ഥാപനം വിട്ടാലും നമ്മളൊരു കൃഷിയിൽ ഇറങ്ങിയാലും അവിടെ എല്ലാം ഈ പറഞ്ഞതുപോലെ റിസ്ക് ഇല്ലെന്ന് സാറ് പറയുന്നത്. ആ റിസ്ക് അല്ല ഇത്, അവിടെയാണ് പ്രശ്നം. ഇപ്പൊ ഷെയർ മാർക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 10% ലാഭം വരാം, 10% നഷ്ടം വരാം. റേഞ്ച് നിങ്ങൾക്കറിയാം. ഇവിടെ അതല്ല, 100% നഷ്ടം വരാം, 500% ലാഭം കിട്ടാം. അത് ഗാംബ്ലിംഗ് ആണ്. സാറ് തന്നെ പറഞ്ഞു അത് നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരു പ്രൊഡക്ഷൻ വേണ്ടേ? ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല, ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുന്നില്ല. പ്രൊഡക്ഷൻ ഇല്ലാതെയാണ് ഒന്നും ഉണ്ടാവുന്നില്ല. നമ്മുടെ മെമ്പർ ഇതിനെ കുറിച്ച് എന്താ പറയാൻ വന്നു? എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇത് കുറെ പേരൊക്കെ അസൂയുള്ള ആൾക്കാരുണ്ട്. അസൂയുണ്ട്. ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ചില സമയം ചിലർ പറയും തെണ്ടി പറക്കുന്ന പൈസയാണ് ഇതൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇത് മറ്റു പലർക്കും അടിക്കണമെന്നുള്ളൊരു ആഗ്രഹക്കാരനാണ് ഞാൻ. കാരണം അല്ല, എല്ലാരെയും മനസ്സ് ഒരുപോലെ അല്ലല്ലോ. ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിലിരിക്കുന്ന ആർക്കെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ അവര് 10 പേരെ സഹായിക്കാൻ അവരെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വേറെ സഹായങ്ങൾ വേറെ ഒന്നുമില്ല. ഒരു പ്രശ്നമുണ്ട് കേരളത്തിൽ. ഇപ്പൊ നമ്മൾ ഏത് തെരുവിൽ ചെന്നാലും ലോട്ടറി പോലെ കാണുന്ന വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കിഡ്നി മാറ്റി വെക്കാൻ, കരള് മാറ്റി വെക്കാൻ പാട്ടുപാടി പണം പിരിക്കുന്ന കുറെ ആളുകൾ ഇവിടെ കണ്ടിട്ടുണ്ട്. എവിടെ ചെന്നാലും നമ്മൾ കാണും. അത് വേറെ തരത്തിലുള്ള ബിസിനസ്സാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ കൊടുത്താൽ പോരെ. നന്മ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് 10 ലക്ഷം രൂപ വേണം, 1 ലക്ഷം ആളുകളിൽ നിന്ന് 10 രൂപ മേടിച്ച് അയക്ക് കൊടുത്താൽ പോരെ. ഞാൻ ലോട്ടറി ഏജന്റുമാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കമ്മീഷൻ എത്രയും വെച്ചാൽ പൈസ ഞാൻ അങ്ങ് തരാം, എനിക്ക് ടിക്കറ്റ് വേണ്ട.
അത് ഐഡിയ ആണല്ലോ നിങ്ങളൊരു ടിക്കറ്റ് വിറ്റാൽ സാറേ, നിങ്ങളൊരു ടിക്കറ്റ് അത് മേടിക്കില്ലെന്നുള്ള അറിയാമല്ലോ. സാറേ, ഞാൻ പറയുന്നു ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തിന്റെ ആ പൈസ അല്ല അത് ആ പൈസ മേടിക്കത്തില്ല. അഭിമാനികളാണ് ലോട്ടറിക്കാർ. അല്ലല്ല ഞാൻ പറഞ്ഞതല്ല. അവർക്ക് മറ്റു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അല്ല, ഇത് തൊഴിലാണെന്നുള്ളതാണ് പ്രശ്നം. സാറ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു തൊഴിലാണോ? കേരളത്തിലെ എല്ലാ ദിവസവും ഒരു കോടീശ്വരൻ വീതം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത്ര എല്ലാ ദിവസവും. ഇപ്പൊ 1 രൂപയ്ക്ക് ഷൂസ് കൊടുക്കാന്ന് പറഞ്ഞില്ലായിരുന്ന? 1 രൂപയ്ക്ക് ഷൂസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് മാനാഞ്ചർ അവിടെ ജനപ്രളയം ഉണ്ടായില്ലേ? അഭിമാനികളെന്ന് പറഞ്ഞു. അതെ, 1 രൂപയ്ക്ക് ചെരുപ്പ് വാങ്ങാമെന്ന അതന്നെ മലയാളിയുടെ അല്ല 1 രൂപയ്ക്ക് ആദ്യം വരുന്ന 100 പേർക്ക് 1 രൂപയ്ക്ക് ഷൂ. ഒന്ന് ആലോചിച്ചോട്ടെ. അതിലൊരു പയ്യൻ ടെലിവിഷൻ നമ്മുടെ 24 തന്നെ പറയുന്നുണ്ട്. അവൻ 3 മണിക്ക് ഉണർന്ന് പോയതെന്ന് കോഴിക്കോട്. എവിടുന്ന്? തലശ്ശേരിന്നോ. വെറുതെ കിട്ടിയാൽ ലാഭം. നേരത്തെ ഇത് പറഞ്ഞില്ലേ, 5000 രൂപയിൽ കിട്ടിയാൽ മതി. 5000 രൂപയിൽ കിട്ടിയാൽ മതി. 5000 രൂപ കിട്ടിയാൽ മതി. വെറുതെ അല്ലേ? ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.